ഹായ് ഗൈസ്, പെതി. നമ്മളെല്ലാം എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്? നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? നമ്മുടെ ഐഡൻറ്റിറ്റി. അല്ലാതെ എന്താണ്? ഈ ഐഡൻറ്റിറ്റിക്ക് വേണ്ടി ഒരു യുവാവ് നടത്തുന്ന പോരാട്ടങ്ങളും അയാളുടെ ജീവിതവും ഇതാണ് പെതി എന്ന് പറയുന്ന സിനിമ പറയാൻ ശ്രമിക്കുന്നത്. എന്തുകൊണ്ട് ശ്രമിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പെതി ഒരു നല്ല കൊമേഴ്ഷ്യൽ ചിത്രത്തിനുള്ള കഥയുണ്ടായിരുന്നു. ഒരു ഹയർഡ് ക്രിക്കറ്ററായി തുടങ്ങുന്ന ഒരു യുവാവ് അയാൾ എന്തുകൊണ്ട് ഒരു അത്ലറ്റ് ആവാനും റെസ്ലർ ആവാനും ശ്രമിക്കുന്നു. ഇതാണ് പടത്തിൻ്റെ ക്രക്സ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ക്രക്സ് മാത്രം പോരല്ലോ സിനിമയ്ക്ക്. സിനിമ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ അതിൻ്റെ ബാക്കി ഡിപ്പാർട്ട്മെൻറ്റ്സ് നന്നാണ്, എസ്പെഷ്യലി റൈറ്റിംഗ്. ഇതിന് റൈറ്റിങ്ങിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമ നമുക്ക് വേണമെങ്കിൽ ഇത് ബൈസണൊക്കെ ചെയ്ത പോലെ ഒരു റൂട്ടഡ് ആയിട്ടുള്ള റോ ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിട്ട് പറയാവുന്ന ഒരു നല്ല കഥയായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഡയറക്ടറിന് രാംചരനെ പോലെ ഒരു വലിയ സ്റ്റാറിന് ഡേറ്റ് കിട്ടി. അപ്പോൾ പിന്നെ അത് കൊമേഴ്ഷ്യലാക്കാൻ പറ്റില്ലല്ലോ. അതിനുവേണ്ടി കൊമേഴ്ഷ്യലാക്കാൻ വേണ്ടി അവർ കുറേ എലമെൻറ്റ്സ് അതിനകത്ത് എടുത്തിട്ടു. ഒരു ഐറ്റം ഡാൻസ്, പിന്നെ നായികയായിട്ടുള്ള പ്രണയം. ഈ പ്രണയ സീക്വൻസസിനെ കുറിച്ചൊക്കെ പറയാനാണെങ്കിൽ ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല. ക്രിഞ്ച് എന്ന് വെച്ചാൽ ക്രിഞ്ചിൻ്റെ അങ്ങേയറ്റമാണ്. കാര്യം ജാൻവി കപൂർ സിനിമയിൽ സ്ക്രീനിൽ വന്നിട്ടുള്ള സീക്വൻസസിലെല്ലാം ക്രിഞ്ച് അടുപ്പിച്ചിട്ടാണ് പോയിട്ടുള്ളത്. ബാക്കിയുള്ള സീക്വൻസസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ സോങ്സ് അത്ര പോരായിരുന്നു. പക്ഷേ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്ന എ ആർ റഹ്മാൻ വളരെ മികച്ച രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ മൂവി രാം ചരൺ ചത്ത് കിടന്ന് അഭിനയിച്ചിട്ടുണ്ട്. രാം ചരണിൻ്റെ ഏറ്റവും മികച്ച പെർഫോമൻസിൽ ഒന്നെന്ന് വേണമെങ്കിൽ പറയാം. ഒരുപക്ഷെ രംഗസ്ഥലം എന്നുള്ള സിനിമയ്ക്ക് ശേഷം പുള്ളി ഇമാതിരി ഇൻവോൾവ് ആയിട്ട് അഭിനയിച്ചിട്ടുള്ള പടവും എനിക്ക് ഓർമ്മയില്ല വേറെ. പക്ഷേ ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ റൈറ്റിംഗിൽ ഇൻകൺസിസ്റ്റൻസീസ് ആണ്. ഇടയ്ക്ക് ചില സീക്വൻസസ് വളരെ മികച്ച രീതിയിൽ എലിവേറ്റ് ചെയ്യുന്നു. ചില സഹതാരങ്ങളുടെ പെർഫോമൻസ്, എസ്പെഷ്യലി ശിവരാജ് കുമാർ, ജഗപതി ബാബു തുടങ്ങിയവരുടെ പെർഫോമൻസസ് ഒക്കെ നമുക്ക് വളരെ നല്ലതായിട്ട് തോന്നുമ്പോൾ, മറ്റേ സൈഡിൽ കൂടെ അത്ര ഇൻസ്പയറിംഗ് അല്ലാത്ത, എസ്പെഷ്യലി നമ്മുടെ മിർസാപൂരിലെ പുന്നബായി ആയിട്ടുള്ള ദിവ്യന്തി ഒക്കെ ഉണ്ട് ഇതിൽ. പുള്ളിയുടെയൊക്കെ റോൾ എന്തായിരുന്നു പോലും ഒരു പിടുത്തമില്ല. കാര്യം പുള്ളിയൊക്കെ വെറുതെ കൊണ്ടുവന്ന പോലെയാണ്. കാര്യം ഫസ്റ്റ് ഹാഫിൽ അത്രയും ബിൽഡപ്പ് എടുത്ത് വില്ലനായിട്ടൊക്കെ കൊണ്ടുവരുന്നു. പക്ഷേ പുള്ളിക്ക് ടുവേർഡ്സ് എൻഡൊക്കെ വരുമ്പോൾ പുള്ളിയുടെ റോളൊന്നും ഒന്നുമില്ല. അങ്ങനെ കുറേ ഇൻകൺസിസ്റ്റൻസീസിൻ്റെ റൈറ്റിംഗ് ത്രൂ ഔട്ട് ഇല്ലായിരുന്നെങ്കിൽ ഈ പടം കുറച്ചുകൂടെ മികച്ചൊരു അനുഭവമായി മാറിയെന്നെ. ഇവിടെ പടത്തിൻ്റെ പ്രധാന പോരായ്മ എന്ന് പറയുന്നത് തന്നെ ഇത്തരം ക്രിയേറ്റീവ് ഡിസിഷൻസ് ആണ്. എന്നാൽ ടെക്നിക്കൽ സൈഡിൽ പടം വളരെ മികച്ച രീതിയിൽ ഔട്ട്സ്റ്റാൻഡിങ് ആണ്. കാര്യം ഇതിൻ്റെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സിലുള്ളവരെല്ലാം നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. രത്നവേലുവിൻ്റെ ക്യാമറ ആണെങ്കിലും നവീനുള്ളിയുടെ എഡിറ്റിംഗ് ആണെങ്കിലും എ ആർ റഹ്മാനെ പറ്റി പിന്നെ പറയണ്ടല്ലോ, ഓൾറെഡി പറഞ്ഞല്ലോ. പുള്ളിയുടെ എനിക്ക് തോന്നുന്നു എൻ്റെ പാട്ടുകൾ അത്ര ഇൻസ്പയറിംഗ് അല്ലായിരുന്നെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ വളരെ മികച്ചതായിരുന്നു. പിന്നെ പടത്തിനെ കുറിച്ച് പ്രധാനമായിട്ടും പറയാനുള്ളത്, രാംചരൻ്റെ പെർഫോമൻസസ് കാണാനുള്ള അത്ര തരക്കേടില്ലാത്തൊരു വാച്ചബിൾ പടം കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പടത്തിന് തീർച്ചയായിട്ടും പോവാം. നിങ്ങൾ ഒരു സ്പോർട്സ് മൂവി അല്ലെങ്കിൽ പടത്തിൻ്റെ ട്രെയിലർ പ്രോമിസ് ചെയ്ത പോലെ ഒരു ചക്തേൻ്റെയൊക്കെ പോലത്തുള്ള ഒരു അനുഭവമാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. അത്രേ എനിക്ക് പടത്തിനെ പറ്റി പറയാനുള്ളൂ.